കോഴിത്തീറ്റയാണോ കോഴിത്തീറ്റ കയറ്റാൻ വേണ്ടി വന്നതാണ്. കോഴിത്തീറ്റ കയറ്റി ഞങ്ങള് ഇങ്ങോട്ട് പോവാം, എരുമേലിക്ക് പോവാം. അന്യായം. അതിന്റെ ബില്ലായോടാ? അത് ആ സൈഡിൽ ഓടിയിട്ട് വണ്ടിയല്ലേ? നമ്മൾ കയറ്റിയ വണ്ടിയല്ല. അതെന്നല്ലോടാ കയറ്റിയ? അത് വേറെ എന്തോ ചാക്ക. എന്നാ ചാക്ക പൊട്ടിച്ചു നോക്കേണ്ടി വരും. എന്നാ പൊളിയല്ലേ അഞ്ഞടേ. അപ്പോൾ നമ്മൾ കേരളത്തിലെത്തി. ഇങ്ങനെ നല്ല പോസ്റ്റ് കിട്ടി നമുക്ക് കമ്പനിയിൽ നിന്ന്. ബില്ല് കിട്ടാനായിട്ടും അല്ലെങ്കിൽ ബില്ല് കിട്ടാൻ എത്ര നേരം ബില്ലായതായിരുന്നുടാ. നമ്മളെ ഇന്നലെ ചെന്നായിട്ട് നമ്മൾ രണ്ടാമത് ലോഡ് കയറ്റിയ വണ്ടിയാ. ബില്ലായതായിരുന്നു. നമ്മൾ ആദ്യം പാർട്ടിനെ വിളിച്ചില്ലേ? അപ്പൊ പാർട്ടി എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാ പറയുന്നത് ബില്ലായതായിരുന്നു. ബില്ല് ഒരു 7 മണി 8 മണിയായിട്ട് ബില്ലായതാ. എന്നിട്ട് നമുക്ക് ബില്ല് ആക്കിയിട്ട് ഇപ്പൊ 10:30. എന്തോ ഒരു നേരം പോസ്റ്റ് അടിച്ചില്ലേ. ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് മുന്നായിട്ട് വണ്ടിയും പോയി. ഞങ്ങള് ലോഡ് കയറ്റി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വണ്ടിയും പോയി. ഞങ്ങൾ മാത്രം പോയില്ല. പോയി പോസ്റ്റ് അടിച്ച് കിടപ്പ്. അത്രയ്ക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. 10 മണി വരെ പോസ്റ്റ്. എത്ര നമ്മളൊരു 7 മണിയാകുമ്പോ ലോഡ് കയറ്റി കഴിഞ്ഞല്ലേ? അത് 7-3 മണിക്കൂർ ചെറിയ പോസ്റ്റ് ഉള്ളൂ അല്ലേ? അല്ല, പോസ്റ്റില്ലേ 3 മണിക്കൂർ. 3 മണിക്കൂർ പോസ്റ്റും കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്തു. എന്നിട്ട്
എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ പാലാ റൂട്ടില് കേറിക്കൊണ്ടിരിക്കുകയാണ്. പാലാ റൂട്ട് പോയി കണ്ടിരിക്കുന്നത്. പാലയ്ക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴാണ് ഇവൻ കണ്ണു തുറന്നത്. 3 മണിക്കൂർ പോസ്റ്റ് അടിച്ചത്. 3 മണിക്കൂർ പോസ്റ്റ് അന്നേരം കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നല്ലേ. ഇപ്പോഴേ വണ്ടി നിന്ന് തള്ളുവാ. ഡിക്കി അടച്ചതല്ലേ. ഞാനോർത്ത് പേരിലും തള്ളുന്ന പുള്ളി ഡിക്കി അടിക്കുന്ന നല്ലതാ. ഡിക്കി അടച്ചു കഴിഞ്ഞു. അത് അടഞ്ഞോന്ന് ഞെക്കി നോക്കിയതല്ലേ. അടഞ്ഞോന്ന് നെക്കി നോക്കിയിട്ട് പുള്ളി അത് തുറന്നിട്ട് പിന്നെ പൊക്കിയിട്ട് വലിച്ചടയ്ക്കും. എന്നിട്ട് താക്കോൽ ഇട്ടിട്ട് അടഞ്ഞോന്ന് നോക്കുമ്പോൾ ലോക്കായിട്ടില്ല. പിന്നെ അത് പൊക്കും, പിന്നെ വലിച്ചടയ്ക്കും. ഞാൻ തലേന്നോട്ട് അത് നോക്കി 2-3 തവണ കഴിഞ്ഞു തോന്നില്ലേ. സ്ഥലം നെല്ലാപ്പാറ. ജംഗ്ഷൻ നമ്മുടെ അവിടെ പോലെ നെല്ലാപ്പാറ ജംഗ്ഷൻ. ഈ നെല്ലാപ്പാറ ജംഗ്ഷൻ കഴിയുമ്പോ തന്നെ ഇതുണ്ട്, തിരക്കേറിയ സ്ഥലമുണ്ട്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ശേഷി ഉണ്ടാക്കി തരുന്ന ബിസിനസ് സ്ഥാപനം ബെവ്കോ. മലയാളികളുടെ അഭിമാനം. പാലാ റോഡിൽ ഏക ബെവ്കോ. വൈകുന്നേരങ്ങളിൽ ഒഴിവ് സ്ഥലങ്ങൾ ഇഷ്ടം പോലുള്ള സ്ഥലം. അത് ഞാൻ തന്നെ നായരയുടെ പമ്പ് വരുന്നുണ്ട്. നായർ. നേരത്തെ ഇവിടെ മഴക്കാലത്ത് ഇപ്പോഴും ഉണ്ടെങ്കിൽ വെള്ളം അവിടെ അവിടെ വെള്ളമാണ്. ചേട്ടൻ അവിടെ വരികയാണെങ്കിൽ കുളിക്കാനും മണ്ടിയാനും ഒക്കെ പറ്റും. അയ്യോ നാടൻ ശർക്കര. ലൈവായിട്ട് കരിമ്പിൽ നിന്നുമാണ് ശർക്കര ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് തോന്നുന്നത് സുഹൃത്തുക്കളെ. നാടൻ ശർക്കര കൊണ്ട് ഇറക്കുന്നുണ്ട് അവിടെ. അയ്യോ ഊണ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊരു ഊണ് റെഡി ആയിട്ടില്ല. ഊണിന്റെ കട തുറന്നിട്ടില്ല. ഇതൊക്കെ തടി കയറ്റിപ്പോയ ലോറികൾ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കടയാണ്. നിനക്കെന്നാ തോന്നുന്നത്? അതൊരു കടയാണ്. സമയമാണ് പ്രധാനം. സമയമാണ് പ്രധാനം. സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. ലെവൽ 1 അത്യാഹിത ചികിത്സാ കേന്ദ്രം. സമഗ്ര സ്ട്രോക്ക് ചികിത്സാ കേന്ദ്രം. ഈ വളവിൽ കൊണ്ട് വെച്ചേക്കുന്നതിന്റെ കാര്യം എന്നാ? ആ വളവിൽ വായിച്ചോണ്ടിരുന്ന് വളവീന്ന് വളവെങ്ങാനും തിരിക്കാൻ മറന്നു പോയാ. അതുകൊണ്ടൊക്കെ ആയിരിക്കും വെച്ചേക്കണേ. വായിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഹോസ്പിറ്റലുണ്ടെന്ന് മനസ്സിലാവൂലോ. അതെ, മാർച്ചിലിവ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേ തട്ടിപ്പോണേ. ബൈക്കിലൊക്കെ വരുന്നതിനെ വായിക്കുന്നെങ്കിൽ കോമഡി. ജലക്ഷാമം ഒരു പാഠമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന പാഠം. കറക്റ്റ് ബാർലിന്റെ അവിടെ ചോദിച്ചത്.
എരുമേലി എത്തിയിരിക്കുകയാണ്. എത്താറായി. എത്ര കിലോമീറ്റർ എരുമേലിക്ക്? എരുമേലിക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. നമ്മളൊരു 3 കിലോമീറ്റർ കൂടെ പോയാൽ നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലമാവും. ആ സ്ഥലത്തിന് പേരാണ് നമ്മൾ പറഞ്ഞത്. എരുമേലി. എരുമേലിക്ക് അടുത്ത സ്ഥലത്ത് പോകണ്ടേ? ആ അതിന്റെ ലൊക്കേഷൻ 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 5 കിലോമീറ്റർ. 2 കിലോമീറ്റർ എരുമേലിക്ക്, 3 കിലോമീറ്റർ മറ്റേ ഇറങ്ങി അങ്ങോട്ട്. എരുമേലി എത്തിയല്ലേ? എരുമേലി എത്തി. ഇപ്പൊ മറ്റേ ശബരിമല തിരക്കില്ലല്ലോ? ശബരിമല തിരക്ക് ഇപ്പോൾ കാണാൻ ചാൻസ് കുറവാ. കുറച്ച് മാസമൊക്കെ ആവുന്നല്ലേ ഉള്ളൂ. പോലെ മാലയ്ക്കിടണേ. ആ അതിന് മുന്നേ ഇടുന്നവരുണ്ടെന്നാ തോന്നുന്നേ. കൂടുതലും വൃത്തികത്തിലാണ്. ഇല്ല ഇവിടെ തിരക്കേ ഇല്ല. ഇതാ മറ്റേ അമ്പലം, വേട്ടതുള്ള അമ്പലം. ഇവിടുന്ന് പേട്ടറിലിട്ടല്ലേ അങ്ങ് പോന്നേ? ഇവിടുന്ന് തുള്ളിയാണോ അവിടുന്ന് തുള്ളിയാണോ മനസ്സിലാവും. ഭയങ്കര വൈബ് തന്നെയാണ് ആ ഒരു ടൈം ആകുമ്പോ. അയ്യോ, ആ ടൈം ആകുമ്പോൾ ഇതിലെ വരണം. ഇവിടെ കടന്നു കിട്ടാൻ എന്നാ പാടല്ലേ. ഇത് ബോറടിക്കത്തില്ല. നല്ല രസമാണ് കാണാൻ. ഇവിടെ ഇച്ചിരി സ്ഥലം ഉണ്ട്. അടിപൊളി ആയിരിക്കും അല്ലേ? അതെ അതെ. കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി റൂട്ടല്ലോ? നമുക്കിനി കാഞ്ഞിരപ്പള്ളി റൂട്ട്. അവിടെ ചെന്നിട്ട് ലെഫ്റ്റ്, അതായത് പള്ളികളെ അതില്ലേ. നമ്മള് അതിലൂടെയൊക്കെ പോയി ലോറി കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് റൈറ്റ് പോയി നോക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. മറ്റേ പേട്ട ശ്രീധർമ്മ ഇത് ഇവിടുത്തെ പള്ളിയല്ലേ? രണ്ടിനും ഓപ്പോസിറ്റ്. ഓട്ടോക്കാർ എന്നെ വയ്ക്കാം. എടുത്തിട്ട് പോകുന്നുമില്ല. ഇവിടെ ഈ പള്ളി വന്നിട്ട് നമ്മൾ പോലെ ഇത്രയും ചെറിയ സ്ഥലത്താണ് ഇത്രയും പരിപാടി നടക്കണേ. അങ്ങനെ ഏകദേശം എരുമേലി ടൗൺ കാഞ്ഞിരപ്പള്ളി റോഡിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഒരു തൊള ദേ വിഷയം. ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ? ഇത് മുണ്ടക്കായൻ റൂട്ടാ. മുണ്ടക്കായത്ത് നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറണേ. ഇവിടുന്ന് അങ്ങോട്ട് വന്നിട്ടാണ് നമ്മളിത് അങ്ങോട്ട് പോകുന്നത്. ഇത് നേരെ കുമളി റൂട്ടല്ലേ? ഇത് കുമളി റൂട്ട്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ മണിമല ആറല്ലേ? ആറാണ്. ഇവിടെ തന്നെയാണ് ടൂറിസ്റ്റ്. ഇത് ഇവിടുത്തെ വണ്ടിയാണോ അല്ലേ? ചെറിയാൻസോ വഴിപണിയാട്ടോ. ഇന്റർലോക്ക് മറ്റേ കല്ല് പതിപ്പിക്കാൻ തോന്നുന്നു. വഴിപണി ഇന്റർലോക്ക് ഇടുവാനേ. ടാറിങ് എപ്പോഴും പോകുന്ന സ്ഥലമായിരിക്കും. മഴ പെയ്തേ വെള്ളം കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഈ ടാറിങ് നിൽക്കുള്ളൂ. ഈ വെള്ളം തെളിഞ്ഞു കിടക്കുന്ന കണ്ടോ മോനെ, എന്നെ പൊളിയല്ലടാ. വലിയ ആഴില്ല കേട്ടോ. മണലായിരിക്കും അല്ലേ? മണലായിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം അടിയിലത്തെ. ഇതാണോ പമ്പാ നദിയിൽ നിന്ന് വരുന്ന വെള്ളം? അത്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ്. ചിലപ്പോൾ ഇന്ന് ലോഡ് ഇറങ്ങി തീരാൻ ചാൻസ് ഇല്ല. അപ്പോൾ പടുതയൊക്കെ ഇട്ട് നിർത്തിയേക്കുവാണ്. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ